ഹലോ. അപ്പം ഇതാ രണ്ടാൾ പുറത്ത് വന്നിട്ടുണ്ട്. അതാരാന്ന് കാണണ്ടേ? ഇതാ അച്ഛനും മോനുമാണേ. മോൻ്റെ കയ്യിൽ എടുത്താപ്പം എന്താണ്ട് എടുത്തിട്ട് വരുന്നുണ്ട് ഒരു സാധനം. പെട്ടെന്ന് വിളി വന്നുകൊണ്ടാണ് രാത്രി പോയിട്ട് എടുക്കേണ്ടി വന്നത്. സാധനം രാത്രി ആയിട്ടുണ്ടായിരുന്നു ലോഡ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അച്ഛനും മോനും സാധനമൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ആളെ നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. വളർത്ത് മീനല്ല കേട്ടോ, വളർത്ത് മീനല്ല. നമ്മൾ എന്താ പറയുക, ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മീൻ, അതായത് വരാൽ. എന്ത് വരാലായിരുന്നു? ആ, ഒരു വരാൽ. അപ്പം എനിക്കതിനെ പേടിയാണ്. ഞാനതുകൊണ്ട് ഇതാ കവറിലുള്ളിലേക്ക് പുറത്തേക്ക് കൂടിയാണ് ഇരുന്ന് അതിനെ നോക്കുന്നത്. അതിനി എങ്ങനെ കവറിലിടുന്ന ആലോചിച്ചിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ അത് ഇനി അച്ഛനും മോനും തന്നെ ഇട്ടോളൂ. പിന്നെ മോള് കുട്ടി ഉറങ്ങുന്നത് ആയതുകൊണ്ട് രാത്രി തന്നെ ആ പരിപാടി പിന്നത്തേക്ക് വെച്ചാൽ അത് പണിയാവും. അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ സെറ്റാക്കി. മോള് കുട്ടി ഉറങ്ങുന്നതുകൊണ്ട് അവൾ വയ്യാതെ നടക്കാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ മേലത്തെ ഡ്രമ്മൊക്കെ ആദ്യം തന്നെ ഞങ്ങൾ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് സാധനം ഡെലിവറി ആവുമെന്ന് പറഞ്ഞപ്പം തന്നെ ഞങ്ങൾ ഡ്രമ്മിലൊക്കെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവത്തിൽ ഇത് നമ്മൾ എന്താ പറയുക, ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന മീനില്ലേ വരാൽ, അത് കുറച്ച് വളർത്തിയിട്ട് നമ്മളാവശ്യത്തിന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഒരു ഒരു രസം, എന്താ പറയുക, നമുക്കൊരു മൈൻഡിനൊരു സുഖം. ഇടയ്ക്ക് ഇവരെയൊക്കെ നോക്കി ഇവർക്കൊക്കെ ഫുഡ് കൊടുത്ത് നമുക്ക് തന്നെ ഇവരെ പിടിച്ച് അങ്ങനെ ആ ഒരു ഇതിൽ വളർത്തുന്നതാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും അക്വപോണിക്കായിട്ടുള്ള കൃഷികളും മത്സ്യങ്ങളും ഒരുമിച്ചുള്ള രീതികളെല്ലാം ഉണ്ട്. അതിനൊക്കെ കുറച്ച് റേറ്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മൾ ഡ്രമ്മിൽ വളർത്തുക. പിന്നെ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ഓൾറെഡി സ്വന്തമായിട്ട് സെൽഫായിട്ട് എടുക്കുന്ന കക്ഷികളാണ് വരാലുകൾ. അപ്പോൾ ഇവർക്ക് നമ്മൾ കൂടുതൽ പരിചരണങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട. വെള്ളം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇടയ്ക്ക് വെക്കണമെന്നേ ഉള്ളൂ. ഓക്സിജൻ ഓറ് തന്നെ വന്നിട്ട് പിക്ക് ചെയ്ത് പോയിക്കോളും. അത് ഒന്നാമത് ഇവർ എന്താ പറയുക, ഭയങ്കര ചാട്ടക്കാരാണ്. ഇവരെ എന്താ പറയുക, നെറ്റൊക്കെ ഇട്ട് പൊത്തി വെച്ച് വളർത്തിയില്ലെങ്കിൽ ഓരോ ദിവസം ഓരോരുത്തർ ജമ്പ് ചെയ്ത് പോയിക്കോളും. പിന്നെ ഇവർ ഇടയ്ക്കിടയ്ക്കേ വന്നിട്ട് മേലെ വന്ന് വെള്ളത്തിൻ്റെ മേലെ നിന്ന് ഓക്സിജനൊക്കെ എടുത്ത് പോകും. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ്. പിന്നെ തരുമ്പം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരെ സെറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് മറ്റൊരു വെള്ളത്തിൽ നിന്ന് വരുന്ന ആളാണല്ലോ. പിന്നെ നമ്മളെ വെള്ളമായിട്ട് ടച്ച് ചെയ്ത് എന്താ പറയുക, റെഡിയായി വരണം. പിന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അണുബാധയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണെന്ന് തോന്നുന്നു, ആ ഒരു സാധനം വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീനുകൾക്കൊക്കെ അണുക്കളും പിന്നെ എന്താ പറയുക, എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തരം മരുന്നാണ്. അതിനെപ്പറ്റി അറിയുന്ന ആൾക്ക് അറിയാൻ പറ്റും. അപ്പം നമുക്ക് അറിയില്ല, നമുക്ക് മീൻ തരുന്ന ആൾ പറഞ്ഞിട്ടാണ് ഞങ്ങളത് വാങ്ങിയത്. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കി അതിൽ മുക്കിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചുകൂടി അവർ ഹെൽത്തി ആവും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ രാത്രി തന്നെ ഞങ്ങൾ അതിൻ്റെ ഡ്യൂട്ടിയിലാണ്. ഇതാ പിന്നെ മീനിനെ പേടിയാണെങ്കിലും എല്ലാത്തിലും മേൽനോട്ടം വഹിച്ച് ഞാനും കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ രാത്രി ആയത് കാരണം നല്ല ഇരുടുമാണ്. ആ ഭാഗത്തൊന്നും ലൈറ്റില്ല. അതുകൊണ്ട് തന്നെ ലൈറ്റും പിടിച്ച് ഞാനിതാ അവർക്ക് കാവലായി നിൽക്കുന്നുണ്ട്. അച്ഛനും മോനുമാണേ പിടിക്കുന്നത്. ഇതാ വരാൽ തുള്ളി പോകുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് ഈ വരാലുകളെന്നും തന്നെ അതിനെ നമുക്ക് വിശേഷിപ്പിക്കും. കാരണം ഇവർ നമ്മൾ കവർന്നെടുത്ത് ബക്കറ്റിലിടുന്നതിനെക്കാട്ടും വിട്ടു ഒരേ തുള്ളലാണ്. എന്താ പറയുക, അങ്ങനെ ഒരുമിച്ച് പിടിക്കാനൊന്നും പറ്റുന്നില്ല. കാരണം ഇതിൽ മുക്കുകയും വേണം, എന്നിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. വെള്ളത്തിലേക്ക് നേരിട്ട് ഒഴിക്കണ്ട, കുറച്ച് വെള്ളം എടുത്ത് അതിലിവരെ മുക്കിയിട്ടിടാൻ വേണ്ടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അച്ഛനും മോനും കൂടി വരാലുകളെ ഓരോന്നായിട്ട് പിടിച്ച് എടുക്കുന്നുണ്ട്. കാരണം അവർ ഒരുമിച്ചെടുത്ത് മുക്കി എടുക്കാനുള്ളൊരു ആൾക്കാരല്ല, ഒരേ തുള്ളൽ തന്നെ. എത്രയാൾ തുള്ളി എന്നായിരിക്കറിയാം. അപ്പോൾ അങ്ങനെ ഓരോരുത്തരെയായി പിടിച്ച് ഇതാ മെല്ലനെ അച്ഛനും മോനും കൂടി എല്ലാം കൂടി ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കനത്ത ഉപദേശവുമായി ഞാനും കൂടെ തന്നെയുണ്ട്. അടുത്ത ആളും തുള്ളി. ഇതാണ് ഈ വരാലിൻ്റെ പ്രത്യേകത, ഒന്നാമൻ തുള്ളൽ. അങ്ങനെ ഡ്രമ്മിലേക്ക് ഞങ്ങൾ അവരെയൊക്കെ ഇട്ട് ഇതാ ഏകദേശം തീരാറായിട്ടുണ്ട്. ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഇങ്ങനെ മീനുകളൊക്കെ വളർത്തുന്നുണ്ടല്ലേ. എന്താ പറയുക, ഈ വരാലിനെ വളർത്താൻ വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഇപ്പോൾ എന്താ പറയുക, 2 വരി കല്ലൊക്കെ വെച്ച് ഇങ്ങനെ വെള്ളം വാരാത്ത എന്തോ ഒരു നല്ല തിക്കുള്ള ഒരു കവറിങ് താർപ്പോളൊക്കെ ഇട്ട് അതിൽ വെള്ളമൊക്കെ നിറച്ച് കഴിഞ്ഞാൽ ഇവരെ സുഖമായിട്ട് വളർത്താം. അതല്ല കുറച്ചുകൂടി ചിലവ് കൂട്ടി നമുക്ക് അക്വാപോണിക്കായിട്ട് സെറ്റ് ചെയ്യാം.
അപ്പോൾ അതിൽ നമ്മൾ എന്താ പറയുക, അത് അക്വപോണിക്സ് സെറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റേറ്റ് വരും. എല്ലാ അതിൻ്റെ മോട്ടറും കാര്യങ്ങളും അതിൻ്റെ എന്താ പറയുക ടൈമറും കാര്യങ്ങളൊക്കെ ആയി വരുമ്പോഴേക്കിൽ ഒത്തിരി റേറ്റും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ ഇതെല്ലാവരെയും നമ്മളതിൽ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഞങ്ങൾ അവർക്ക് നെറ്റും കൂടി വെച്ചിട്ടുണ്ട്. കാരണം പറഞ്ഞില്ലേ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാക്കളാണെന്ന്. അപ്പോൾ രാവിലെ നമ്മൾ വരുമ്പോഴേക്ക് ചിലപ്പോൾ ഈ കൊണ്ടുവന്നിട്ട് ആളുകൾ മൊത്തം സൂയിസൈഡ് ചെയ്തത് കാണാനുള്ള ഒരു ക്ഷമയില്ല. കൂടാതെ കൊടുത്ത പൈസ നഷ്ടമാകണ്ടെന്ന് കരുതി ഞങ്ങൾ അവരെ പൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ എന്തൊക്കെയാണ് പൊത്തി വെച്ചാലും പോരാലോ, പായല്ലേ, ചെറിയ നെറ്റല്ലേ, അപ്പോൾ അത് പറന്നു പോകലോ എന്ന് കരുതി എന്തൊക്കെ എടുത്ത് വെക്കാൻ പറ്റുമെന്ന് ആലോചിച്ച് നിന്നപ്പോൾ ഇതാ സുമേഷേട്ടൻ ചെറിയ മാർബിളിൻ്റെ പീസും ഞാനിതാ അവിടുന്ന് കമ്പി വടികളും ഒക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ തന്നം ഭിന്നം തലങ്ങും വിലങ്ങും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവർ ഏത് വഴിക്കാണ് പോവുക? പോരാത്തതിന് ന്യൂനമർദ്ദം കാരണം ഇപ്പം എന്താ പറയുക മഴയുണ്ടല്ലോ. അപ്പോൾ ഇത് ഡ്രമ്മായത് കാരണം ചിലപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഉറങ്ങുമ്പോൾ നല്ല മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഡ്രമ്മിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് പോയാൽ അതും അങ്ങ് പോകില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ നിർത്തി രാത്രി അത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ രാവിലെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇത് പിറ്റേന്ന് രാവിലെ അപ്പം ഞാൻ അവരെ കാണാൻ വന്നപ്പം കണ്ടോ അവിടെ ഞങ്ങൾ കിളിക്കൊക്കെ വെച്ച വെള്ളമാണ് ഈ കാണുന്ന ഡ്രമ്മിൽ വെള്ളം നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നും അതിൽ കുറേ പായലുണ്ട്. അപ്പോൾ അതിലൊരാൾ കുളിക്കുക. ആരാന്ന് കാണണ്ടേ? ഇതാ കണ്ട ചെമ്പോത്തെണ്ണം വന്ന് കുളിക്കുക. ഇത് പക്ഷികൾക്ക് കുളിക്കാനും കുടിക്കാനും വേണ്ടി തന്നെ വെച്ച വെള്ളം. അതിലെന്നും അവിടെ നിറച്ച് വെക്കുവേ. ഒരുപാട് പക്ഷികൾ വരും അതിൽ. ഇതാരാ നോക്കിയേ, ആ ഉടുമ്പനുണ്ണി. എന്നെ കണ്ടതും എൻ്റെ നിഴൽ കണ്ടതും ആൾ സ്റ്റാച്ചു ആയിട്ട് എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഇതെന്തോന്നാ ഇവൾ ചെയ്യുന്നുവോ എന്നെ വീഡിയോ എടുക്കുന്നതെന്നുള്ള ഭാവത്തിൽ ഒരൊറ്റ സ്റ്റാച്യു മോഡലിലുള്ള ആൾ. അപ്പോൾ ഇതാ ഇവരെ കൊണ്ടുള്ള ഇടങ്ങാറേ ഉള്ളൂ, ഇവരേ ഉള്ളൂ ഇവിടെ എവിടെയും. മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം തലങ്ങും വിലങ്ങും നടത്താം. എവിടെയാണ് കുഴിക്കണ്ടതെന്ന് ആലോചിച്ചിട്ട് അവർ നടക്കുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഇന്നലെ രാത്രി സെറ്റ് ചെയ്ത് വെച്ച ഡ്രമ്മും മീനുകളും കാണണ്ടേ, മീനുകളാ ഇത്രയും എന്താ പറയുക കനത്ത സെക്യൂരിറ്റി നൽകിയിട്ടുണ്ട്. കൂടാതെ നെറ്റിന് ചെറിയ കീറലുണ്ട്. പിന്നെ ഈ ഒരു പായൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ വളരെ കൂളിങ്ങാണ്. ഞങ്ങളുടെ അടുത്ത് കുറേ ആയി, ഒരുപാടാവും, പെട്ടെന്ന് സൈസാണ്, നല്ലപോലെ പായൽ പിടിക്കുകയും ചെയ്യും. കണ്ട മീനുകളൊക്കെ ഉണ്ടോ? അപ്പോൾ ഈ ഒരു പായലിട്ട് ഞാൻ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിന് ചൂട് പറ്റില്ല. കാരണം ഈ ഒരു പായലിന് അത്രയും കൂളിംഗ് ഉള്ളൊരു പായലാണേ. അതാ കണ്ട മീനുകളൊക്കെ ഉണ്ടോ? അടിയിൽ പോയി നിന്നിട്ട് ഇത് അടക്കൊരാൾ മേലെയുണ്ട്. വിയറ്റ്നാം വരാൽ എന്നാണ് ഇവരുടെ പേര് പറഞ്ഞത്. അപ്പോൾ ഇതെന്താ നോക്കിയേ, ഇത് ഞങ്ങൾ കുറച്ച് മുന്നേ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ച ആളുകളാണ്. ഇവരാണ് നമ്മുടെ വേസ്റ്റിൽ വരുന്ന പുഴുക്കൾ. കാണുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര അറപ്പായിരുന്നു. എൻ്റെ അമ്മോ, അതിൻ്റെ ഞെരിവിരി കാണുമ്പോൾ വേറെ തന്നെ ഞെട്ടം വരും. പക്ഷേ ഇപ്പം അതൊക്കെ സെറ്റായി. കാരണം ഇത് ഇവർക്ക് ഏറ്റവും പ്രോട്ടീൻ അടങ്ങിയൊരു ഫുഡാണ് മീനുകൾക്കും കോഴികൾക്കും ഒക്കെ ഉള്ളതെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഇത് സെറ്റ് ചെയ്യാൻ തുടങ്ങി. കാരണം പ്രത്യേകിച്ച് വേറെയൊന്നും ഇല്ല കേട്ടോ. ഇതിന് എന്താ പറയുക വേസ്റ്റിൽ നിന്നുള്ളതാണ്. കുറച്ച് ചകിരിച്ചോറും എനക്കൊല്ലം എല്ലാം ചേർന്നിട്ടുള്ള ചകിരിച്ചോറും ഈ വേസ്റ്റും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഈ പുഴുക്കളെ കിട്ടും. കോഴി വളർത്തുന്നവർക്കും ഇതുപോലെ മീൻ വളർത്തുന്നവർക്കും ഇത് തന്നെ ധാരാളം. പുറത്തുനിന്ന് ഫുഡ് വാങ്ങി പൈസയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പം ഞങ്ങളുടെ മീനുകളുടെ വിശേഷമായി നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.